നമസ്കാരം. ശാസ്ത്രജ്ഞർ ദുരന്തഭൂമി സന്ദർശിക്കരുത് എന്ന വിവാദ ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ. നടപടി പ്രതിഷേധം ആളിപ്പടർന്നതോടെയാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖല സന്ദർശിക്കരുത് എന്നും അഭിപ്രായങ്ങൾ പറയരുത് എന്നും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർക്ക് നൽകിയ ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അമർഷത്തിലാണിപ്പോൾ. പഴയ പഠനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കരുത് എന്നും ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ പ്രത്യേക കുറിപ്പിൽ അറിയിച്ചിരുന്നു. ഈ സംഭവത്തിൽ ടിങ്കു ബിസ്വാളിനെ സർക്കാർ ശാസിച്ചേക്കും. അത്തരത്തിലൊരു നയം സർക്കാരിനില്ല എന്നും വാർത്ത തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണ് എന്നും ഇത് പിൻവലിക്കാൻ ഇടപെടണമെന്നും ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരമൊരു നിർദ്ദേശം പുറത്തുവന്ന സാഹചര്യം മുഖ്യമന്ത്രി പരിശോധിക്കും. കേരളത്തിന്റെ ദുരന്ത നിവാരണത്തെക്കുറിച്ച് പരാതികൾ ഉയരുമ്പോഴാണ് വിവാദമായ ഈ നിർദ്ദേശം. ഇത് സർക്കാരിന്റെ ഏകാധിപത്യ സ്വഭാവത്തിനുള്ള തെളിവായി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇത് വിവാദമായത്. ഇതോടെയാണ് മുഖ്യമന്ത്രി തിരുത്തലിന് തയ്യാറായി ഇപ്പോൾ രംഗത്ത് വരുന്നത്. വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്ത സ്ഥലം സന്ദർശിക്കരുത് എന്നും ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് അഭിപ്രായങ്ങൾ പറയരുത് എന്നുമായിരുന്നു ശാസ്ത്രജ്ഞർക്ക് നൽകിയ നിർദ്ദേശം. പ്രത്യേക കുറിപ്പിലാണ് ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇക്കാര്യം അറിയിച്ചത്. ദുരന്തബാധിത പ്രദേശത്ത് ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പഠനം നടത്തണമെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും മുൻകൂർ അനുവാദം വേണമെന്നും ടിങ്കു ബിസ്വാളിന്റെ കുറിപ്പിൽ പറയുന്നു. ഈ നിർദ്ദേശങ്ങൾ ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന് കൈമാറിയതോടെയാണ് വിവാദം തുടങ്ങിയത്. സർക്കാരിനെ വെള്ളപൂശാൻ നിയുക്തരായ ഉദ്യോഗസ്ഥർ മാത്രം സംസാരിക്കാനുള്ള നീക്കമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത് ഏറെ വിവാദങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. ശാസ്ത്രജ്ഞരും ഗവേഷകരും മിണ്ടാതിരിക്കണമെന്ന നിലപാടും ചർച്ചയായി. ഇതോടെയാണ് മുഖ്യമന്ത്രി തിരുത്തലിന് തയ്യാറാവുന്നത്. വിഷയത്തിൽ പരിസ്ഥിതി പ്രവർത്തകനായ CR നീലകണ്ഠൻ ക്രൈമിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. മാധ്യമങ്ങളെ വിലക്കുക എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെ മാത്രമല്ലല്ലോ, ശാസ്ത്രജ്ഞരെയും വിലക്കിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത് ഒരു ശാസ്ത്ര സത്യം അവർക്കറിയാവുന്നതുപോലെ അവർ അന്വേഷിക്കുകയും അതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തി പറയുകയും ചെയ്യുന്ന ആളുകളാണ്. അവരെ ലോകം എല്ലാ കാലത്തും ബഹുമാനിച്ചിട്ടുണ്ട്. തങ്ങൾക്കെതിരായ അഭിപ്രായം പറഞ്ഞ ആളുകളെ, ശാസ്ത്രജ്ഞന്മാരെ ഒതുക്കിയ അനുഭവം ഉള്ളത് ഹിറ്റ്ലർക്കും സ്റ്റാലിനും ഒക്കെയാണ്. ഹിറ്റ്ലറും സ്റ്റാലിനും ഒക്കെയാണ് ശാസ്ത്രത്തിൽ തങ്ങൾക്കെതിരായ അഭിപ്രായം പറഞ്ഞാൽ അവരെ അവസാനിപ്പിക്കുന്ന പണി ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് അവരോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് ജർമ്മനി വിട്ടു പോകേണ്ടി വന്നത്. നിരവധി ശാസ്ത്രജ്ഞന്മാർ റഷ്യ വിട്ടു പോകേണ്ടി വന്നത്, അല്ലെങ്കിൽ മിണ്ടാതായത്. അപ്പോ അവിടെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തിന് അനുകൂലമായി മാത്രം ശാസ്ത്രം കണ്ടെത്തുക എന്നത് ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ശാസ്ത്ര സത്യം ഏതെങ്കിലും ഒരു പാർട്ടിയെയോ ഒരു ഭരണത്തെയോ ആശ്രയിച്ചുള്ളതല്ല. ഇപ്പൊ വയനാട്ടിലെ വിഷയം വന്നാൽ, വയനാട്ടിലെ പാരിസ്ഥിതിക ദുർബല പ്രദേശമാണ് എന്നും അവിടെ വലിയ തോതിൽ മഴ പെയ്താൽ കുഴപ്പമുണ്ടാകുമെന്നും അവിടുത്തെ ഭൂമിയുടെ ഘടനയിൽ വ്യത്യാസമുണ്ട് എന്നും അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണമെന്നും ഒക്കെ ഉള്ള നിലപാടാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനുള്ളത്. അവരങ്ങനെയാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിലൊന്നും ചെയ്യാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ ഏതാണ്ട് ഡിഫങ്ക്റ്റ് ആയ ഒരു സംഘടനയാണ്. കുറച്ചാളുകൾ സത്യസന്ധരായ ആളുകൾ അതിലില്ല എന്ന് ഞാൻ പറയുന്നില്ല, അതിലെ പ്രവർത്തകർ. പക്ഷെ ഇന്നവർക്ക് അതുകൊണ്ടാണ് മാധ്യമങ്ങൾ, അത് തന്നെയാണ് മാധ്യമങ്ങളുടെയും പ്രശ്നം. മാധ്യമങ്ങൾ തങ്ങൾക്കെതിരായി പറഞ്ഞാൽ ആ മാധ്യമങ്ങളെ നമ്മൾ അംഗീകരിക്കില്ല, അവരെ മാപ്രകൾ എന്ന് വിളിക്കുക, അത്തരം കാര്യങ്ങൾ. അപ്പോ ഇതൊരു ജനാധിപത്യത്തിന് യോജിച്ചതല്ല. ശാസ്ത്രജ്ഞന്മാരോടും മാധ്യമങ്ങളോടും സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാൻ ഇപ്പൊ സർക്കാർ ചെയ്യേണ്ട ഒരു പ്രശ്നം എന്താ? ഇങ്ങനെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിരന്തരം ഇങ്ങനെ ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥ മാറ്റമാണ് കാരണം കൊണ്ട് സർക്കാരിന് കൈയൊഴിയാൻ പറ്റുമോ? സർക്കാർ അങ്ങനെ കൈയൊഴിഞ്ഞാൽ ജനങ്ങൾ പിന്നെ ആരോട് ചോദിക്കും? നീ കാലാവസ്ഥ മാറ്റമാണ് കാരണം, ശരി, സമ്മതിച്ചു. പക്ഷെ ഈ ജനങ്ങളെ സംരക്ഷിക്കാനൊരു ചുമതല സർക്കാരിനില്ലേ? സർക്കാർ അതിനുവേണ്ടി എന്താ ചെയ്തത്? ഇതൊരു ദൈവവിധി പോലെയാണോ നമ്മൾ എടുക്കുന്നത്? അപ്പോ അങ്ങനെയല്ല. ഇതിനെന്തെങ്കിലും ശാസ്ത്രീയ കാരണങ്ങൾ കാണും, ഇതിനെന്തെങ്കിലും ശാസ്ത്രീയ വിശകലനങ്ങൾ കാണും, ഇതിനെന്തെങ്കിലും ശാസ്ത്രീയ പരിഹാരങ്ങൾ കാണും. അത് സ്വതന്ത്രമായി അന്വേഷിക്കാനല്ലേ സർക്കാർ പറയേണ്ടത്? എല്ലാവരും അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞു, ഇതിനിപ്പോ ഒരു പത്രക്കാരോട് പറഞ്ഞു, ഏതെങ്കിലും പറഞ്ഞു, പത്രക്കാർ അത് കൊടുത്തു, വേറെ ശാസ്ത്രജ്ഞൻ തിരിച്ചു പറഞ്ഞു, ആയിക്കോട്ടെ. ശാസ്ത്രത്തിൽ വ്യത്യസ്ത അഭിപ്രായം എല്ലാ കാലത്തും ഉണ്ടായിട്ടു. അങ്ങനെ വരുമ്പോൾ അതിൽ ഏതാണ് ശരിയെന്നും ഏതാണ് ശരിയും തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ്? ഗവൺമെന്റിനെ അനുകൂലിക്കുന്നു പ്രതികൂലിക്കുന്നു നോക്കിയിട്ടല്ല. ഇതിന് പരിഹാരം കാണാൻ ഏതാ വേണ്ടത്? ഇപ്പൊ 2 ഡോക്ടർമാർ ഒരു രോഗിയെ പരിശോധിച്ച് 2 തരത്തിലുള്ള ലക്ഷണങ്ങൾ പറഞ്ഞു. ഒരാൾ പറഞ്ഞു ഇയാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന്, ഒരാൾ പറഞ്ഞു ക്യാൻസർ ഇല്ല. അപ്പൊ ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞ അഭിപ്രായം ഞാൻ എടുത്തിട്ട് ആ രോഗിയുടെ ചികിത്സയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല.
ഒരാൾ ക്യാൻസർ ഉണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ ഒരു തേർഡ് ഒപ്പീനിയന് ചിലപ്പോൾ ഞാൻ പോകും അല്ലേ? അങ്ങനെയാണ് തീർച്ചയായിട്ടും. അതെ, കാരണം എന്റെ ശരീരമാണ്. അതെ അതെ. ഭൂമി എന്ന് പറയുന്ന ഈ കേരളത്തിന്റെ ശരീരത്തിൽ 2 ഒപ്പീനിയൻ വന്നാൽ മൂന്നാമതൊരു ഒപ്പീനിയൻ വേണം. വേണ്ടി വന്നാൽ പഠനം നടത്തണം. ഇതിനു മുമ്പ് നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ പഠിക്കണം. ഇതാണ് ഇപ്പൊ സർക്കാർ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ ഒരാഴ്ച ഒരുപക്ഷെ റെസ്ക്യൂ റിലീഫ് ആവും. അത് കഴിഞ്ഞാൽ ചില ആളുകൾ പറയുന്നത് ഇപ്പൊ പറഞ്ഞുകൂടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 2 ആഴ്ച കഴിഞ്ഞാൽ ആരെങ്കിലും തോർക്കും? നിങ്ങൾ മാധ്യമങ്ങൾ പോലും മറന്നുപോകും. വേറൊരു വിഷയം വന്ന് മാധ്യമങ്ങൾ പോലും മറന്നുപോകും. അതാ ഞാൻ പറഞ്ഞത്, 2018 മുതൽ ഇങ്ങോട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ അന്ന് ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് ഇപ്പോഴല്ല ഇത് പറയേണ്ടത്, ഇത് പിന്നെ പറയണം, പിന്നെ എപ്പോ പറയണം. അവിടെയാണ് സർക്കാരിന്റെ ഒരു സത്യസന്ധത നമ്മൾ കാണുന്നത്. സാർ, ഇത് ഉത്തര കൊറിയയാണോ എന്ന് ഒരു പയ്യന്നൂരുകാരൻ ചോദിച്ചിട്ടുണ്ട്. ഒരു പയ്യന്നൂർ സ്വദേശിയായ സഹദേവൻ, അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് വൈറലായിരിക്കുന്നു. ഞാൻ അങ്ങനെ ആരും കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യത്തിന്റെ നാശം എവിടെയും ദോഷകരമാണ്. അതിപ്പോ ഈ പാർട്ടി ഭരിക്കുമ്പോൾ മാത്രമല്ല, വേറൊരു പാർട്ടി ചെയ്താൽ ഇതുപോലെ തന്നെ പറയണം. കേന്ദ്ര സർക്കാരിനെയും ഇതുപോലെ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ അവര് ജനാധിപത്യ വിരുദ്ധമായി ചെയ്താൽ ഞാൻ അതിനെ ജനാധിപത്യ വിരുദ്ധമായിട്ട് കാണും. അപ്പൊ അതുകൊണ്ട് ഇവിടെ സർക്കാരോ പാർട്ടിയോ മാത്രമായിട്ട് ഞാൻ ഇതിന്റെ വിഷയം കാണുന്നേയില്ല. ഞാൻ കാണുന്നത് ഈ നയമാണ് തെറ്റ്. ഈ നയം ആരെടുത്താലും, ഉമ്മൻചാണ്ടി എടുത്താലും, നാളെ വി ഡി സതീശനോ വേറെ ആരെങ്കിലും സുധാകരനോ ആരെടുത്താലും ഞാൻ ഇതിനെ എതിർക്കും. കാരണം എതിർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ആകെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, ജനങ്ങളെ ആകെ ഭീതിയിലാഴ്ത്തുന്ന എന്തെങ്കിലും റിപ്പോർട്ട് വരുമോ എന്നുള്ളതാണ്. അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും. അതെ, കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളൊക്കെ സർക്കാരിന്റെ കയ്യിലില്ലേ? ആദ്യം ചെയ്യേണ്ട സർക്കാർ സത്യസന്ധമായ പഠനം നടത്തുക. സത്യസന്ധമായ പഠനവും സത്യസന്ധമായ പരിഹാരവും. അങ്ങനെ വരുമ്പോൾ ഇതിൽ പലരുടെ അഭിപ്രായം കേട്ട് അത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കലാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഗാഡ്ഗിൽ വന്നു, കസ്തൂരിരംഗൻ വന്നു, ഉമ്മൻ വന്നു, അതിന് മുമ്പുള്ള പഠനങ്ങൾ വന്നു. ഈ ഞാൻ മറ്റൊരു ദിവസം സൂചിപ്പിച്ചു, കേരള നിയമസഭ നടത്തിയ ഒരു പഠനമുണ്ട് 2018 പ്രളയത്തിൽ. PDNA റിപ്പോർട്ടുണ്ട്. PDNA പോലെയുള്ള ഏജൻസികൾ നടത്തിയ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ എന്താണ് പറയുന്നത് എന്ന് പഠിക്കണ്ടേ? ഒരുപക്ഷെ ചില സ്ഥാപിത താല്പര്യമുള്ള രാഷ്ട്രീയ താല്പര്യമുള്ള ശാസ്ത്രജ്ഞന്മാരും ഉണ്ടായേക്കാം. ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അവർ പറഞ്ഞേക്കാം. അവർ പറഞ്ഞാൽ അതിനെ കൗണ്ടർ ചെയ്യുകയും, ഇതൊരു രാഷ്ട്രീയ രക്ഷാ ദൗത്യമല്ല, ഇതൊരു ജീവൻ രക്ഷാ ദൗത്യമാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയെയോ സർക്കാരിനെയോ രക്ഷിക്കാനുള്ള ഒരു പാർട്ടി സർക്കാരൊക്കെ എത്ര കൊല്ലത്തേക്ക് ഉണ്ടാവും? പക്ഷേ നമുക്ക് വളരെ കുറച്ച് കൊല്ലം, സർക്കാർ 5 കൊല്ലം കഴിഞ്ഞ സർക്കാർ മാറും, വേറെ മുഖ്യമന്ത്രി വരും, വേറെ മന്ത്രിമാർ വരും, പാർട്ടി വരും. പക്ഷേ പശ്ചിമഘട്ടം ഇവിടെ ഉണ്ടാവണം, വയനാട് ഇവിടെ ഉണ്ടാവണം. 2024 ഉണ്ടായതുപോലെ 25-ലോ അല്ലെങ്കിൽ 2024 തന്നെ പിന്നീടോ ഇനി ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം? അതിന്റെ ഫ്രീക്വൻസി, ഇന്റൻസിറ്റി, ഇമ്പാക്ട്, 3 കാര്യങ്ങളുണ്ട്. എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി. അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് അതിന്റെ എന്താ പറയുക, അതിന്റെ സാന്ദ്രത എത്ര ശക്തമായിട്ടാണ്. അതുപോലെ അതിന്റെ ഇമ്പാക്ട്, അതുണ്ടാക്കുന്ന ആഘാതം എത്രയാണ്. ഇത് 3ഉം കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ശാസ്ത്രജ്ഞന്മാരെ, ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും വിളിക്കണം. ഇതിന് അനുകൂലവും പ്രതികൂലവുമായി മുഴുവൻ ശാസ്ത്രജ്ഞന്മാരെയും വിളിക്കണം. എന്നിട്ട് നിങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് അടിയന്തരമായി ജനങ്ങളെ രക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം, വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ എന്നെ ഭയപ്പെടണ്ട, സത്യം പറയുക, ശാസ്ത്ര സത്യം പറയുക. കാരണം രോഗിയെ ഭയപ്പെട്ട് ഡോക്ടർ ചികിത്സ നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ രോഗിക്ക് എന്ത് തോന്നും എന്ന് തോന്നിച്ച് ഡോക്ടർക്ക് ചികിത്സ നിശ്ചയിക്കാൻ പറ്റില്ല. ഡോക്ടർ എന്താ ചെയ്യണ്ടേ? സത്യസന്ധമായി ശരിയായ ചികിത്സ തന്നെ നിശ്ചയിക്കണം. അതെ, ശരിയായ ചികിത്സ. രോഗിയെ ഭയപ്പെട്ടിട്ടോ, രോഗിയുടെ ബന്ധുക്കളെ ഭയപ്പെട്ടിട്ടോ, പാർട്ടിയെ ഭയപ്പെട്ടിട്ടോ നമുക്ക് ചികിത്സ പറ്റില്ല. അപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേൾക്കാൻ, അവിടെയാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സത്ത. ഏത് വിദഗ്ധനേക്കാൾ നല്ലത്, ഏത് ഉന്നത വിദഗ്ധനേക്കാൾ നല്ലത് 3 സാധാരണ വിദഗ്ധർ ഒന്നിച്ച് ചർച്ച ചെയ്യുന്നതാണെന്ന് പറയാറുണ്ട്. കാരണം 3 പേരിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഏത് വിദഗ്ധനേക്കാളും മേലെയായി വരും. കാരണം അങ്ങനെയാണ് അതിന്റെ ഒരു സംഗതി. അപ്പൊ അതിന്റെ എല്ലാ വീക്ഷണങ്ങളും വരും, വ്യത്യസ്ത ആംഗിളുകൾ വരും. ആ ആംഗിളുകൾ പൊതുസമൂഹം ചർച്ച ചെയ്യണം, ഔദ്യോഗികമായി ചർച്ച ചെയ്യണം. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 6 വർഷമായി ഇതിനു വേണ്ടി എന്താണ് ഇവിടെ നടക്കുന്നത്, ഇത്രയും കൊല്ലമായി ഇത്രയും മഴ പെയ്തിട്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് പഠിക്കാൻ നമ്മളൊരു ഒന്ന് പരിശോധിക്കാൻ നമ്മളൊരു സംവിധാനം ഉണ്ടാക്കാൻ ഞാൻ എന്താണ്? എവിടെയാണ് നമ്മുടെ സംവിധാനം? ഒരു പ്രശ്നം വരുമ്പോൾ ഉടനെ ഫണ്ട് പിരിക്കുക, അതൊക്കെ ചെയ്യാം, അതൊക്കെ ചെയ്തോട്ടെ, ആ ഫണ്ടൊക്കെ പിരിച്ചോട്ടെ, നടത്തിക്കോട്ടെ, റെസ്ക്യൂ നടത്തിക്കോട്ടെ. പക്ഷേ ഈ വർഷമോ ഇനി അടുത്ത വർഷമോ ഇങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കാൻ. ഏതായാലും സാർ, ഈ ചർച്ച നമുക്ക് പറഞ്ഞു വരുമ്പോൾ എന്താണ് താങ്കൾക്ക് ഇത് പറഞ്ഞു വെക്കാനുള്ളത്, ഈ കാര്യത്തിൽ സർക്കാരിനോട് പറഞ്ഞു വെക്കാനുള്ളത്?
സർക്കാരിനോട് പറഞ്ഞു വെക്കാനുള്ളത് സ്വതന്ത്രമായ തുറന്ന ചെവികളോടെ കണ്ണുകളോടെ വ്യത്യസ്ത ശാസ്ത്രീയ അഭിപ്രായങ്ങൾ പഠിക്കാനും വിലയിരുത്താനും അതിൽ നിന്ന് ഏറ്റവും ശരിയായത് കണ്ടെത്താനും അതിനനുസരിച്ച് ജനങ്ങളെ രക്ഷിക്കുന്ന, ഇതൊരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നോ തോൽക്കുന്നതായ ബന്ധ വിഷയമല്ലല്ലോ. ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ നിന്ന്, ഒരു പ്രശ്നത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്നതിന് ഏത് നയം സ്വീകരിക്കണമെന്ന് സ്വതന്ത്ര ചർച്ചയ്ക്ക് ശേഷം സർക്കാർ തീരുമാനിക്കണം. അതിനുവേണ്ട ഉടൻ നടപടികൾ ആരംഭിക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സർക്കാരും എന്നാണ് എനിക്ക് പറയാനുള്ളത്.